നമസ്കാരം കൂട്ടുകാരെ, തോട്ട്സ് ഓഫ് ഖദീജ ഷാ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. പ്രണയത്തിൻ്റെ ചുവപ്പണിഞ്ഞ ദിവസമാണ്. അപ്പോൾ നമുക്കറിയാം, പ്രണയിക്കാത്തവരായിട്ട് ആരുമില്ല ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു പ്രണയത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വ്ലോഗായിട്ട് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് തിരൂരിലെ അജ്ഫാൻ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് എന്ന ഷോപ്പിന് മുന്നിലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രണയ ദിനത്തിൽ പ്രണയത്തിൻ്റെ ചുവപ്പണിയിച്ച സമ്മാനങ്ങൾ നമുക്ക് നൽകാം. അതും സ്പെഷ്യലായിട്ട് ഇപ്പോൾ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ചോക്ലേറ്റ്സ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എങ്ങനെ തയ്യാറാക്കാം, അതും സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കുന്ന ഒരു ഗിഫ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ. പ്രണയിക്കുക, പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. മെയ് 2019 ഉദ്ഘാടനം കഴിഞ്ഞ അജ്ഫാൻ ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ആനിവേഴ്സറി ആവാനായി അവർ വളരെ തിരൂരിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ്സുകൾ നമുക്ക് ഇമ്പോർട്ടഡ് ആണ്. അധികവും ബെസ്റ്റ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ഉണ്ട്, ഡ്രൈ നട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, ഡ്രിങ്ക്സ് ഉണ്ട്, നമുക്ക് വെഡ്ഡിങ് അതുപോലെ എൻഗേജ്മെൻറ്റിനൊക്കെയുള്ള ചോക്ലേറ്റ് ബക്കറ്റ്സുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും മെയിൻ റോഡിൽ തന്നെയാണ്, പോകുന്ന വഴി ജസ്റ്റ് അജ്ഫാൻ ഡ്രൈ ആൻഡ് നട്ട്സിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട വീഡിയോ ആണ് നമ്മൾ തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അജ്ഫാനിൽ വെച്ചിട്ടാണ് നമ്മളുടെ ആ ഒരു ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണാം. അപ്പോൾ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ചോക്ലേറ്റ്സ് വെച്ചിട്ട് ഒരു 3 ടൈപ്സിലുള്ള ഗിഫ്റ്റുകളാണ്. അപ്പോൾ നമുക്കത് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. തെർമോക്കോളും അതുപോലെ കേക്കിൻ്റെ ബേസുമാണ് നമ്മളതിന് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു മൂന്ന് ഐറ്റമാണ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഹാർട്ട് ഷേപ്പിൽ ചോക്ലേറ്റ്സ് കൊണ്ട് എങ്ങനെ ബക്കറ്റ് ചെയ്യാമെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു 3 സ്റ്റെപ്പ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡി ആയിട്ടുള്ളത് അതാണ്. ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ 3 സ്റ്റെപ്പിൽ ചോക്ലേറ്റ്സിനെ അടിപൊളിയായിട്ട് അലങ്കരിക്കുന്നത് കാണിക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ ചോക്ലേറ്റ്സ് ഒരു സ്ക്വയറിൽ നമ്മൾ ചോക്ലേറ്റ്സിനെ എങ്ങനെ ഗിഫ്റ്റ് ചെയ്യാം, സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാം എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടത് നമ്മളിത് ഷോപ്പായതുകൊണ്ട് നമ്മളിതൊക്കെ എല്ലാം റെഡിയാക്കി കൊണ്ടുവന്നതാണ്.
നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് 1/2 kg ബേസ് എടുത്തിട്ടുണ്ട്. കേക്ക് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം. പിന്നെ നമ്മൾ 1 kg ബേസ് എടുത്തിട്ടുണ്ട്. പിന്നെ 2 കിലോയുടെ ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, 1/2 കിലോയുടെ ഈ ഒരു സൈസിലുള്ളതാണ് ഇതിന് താഴേക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസിലുള്ളതാണ് നമ്മൾ ഇതിന് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് ഏറ്റവും മുകളിൽ വന്നിട്ട് അപ്പോഴാണ് നമുക്കിതിനെ ഒരു ടവറായിട്ട് വരിക. ഇതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും അടിയിൽ ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. ഇത് ശരിക്കും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഓക്കെ, പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഹാർട്ട് ഷേപ്പിലാണ്. എന്തായാലും വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വ്ലോഗ് ആകുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഗിഫ്റ്റും കൂടി വേണം. അപ്പോൾ അതിന് നമ്മൾ തെർമോക്കോൾ 1 ഇഞ്ച് അളവുള്ള തെർമോക്കോളിന് ഹാർട്ട് ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 3 എണ്ണമായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൽ നമ്മൾ ചുറ്റിലും ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒന്ന് അലങ്കരിക്കുന്നതാണ്. അതുകൂടാതെ നമുക്ക് വേണ്ടത് ഇത് 1/2 kg കേക്കിൻ്റെ ബോക്സാണ്. നമ്മൾ ബോക്സിലാക്കുന്നത്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇതിൻ്റെ ഉള്ള അളവിലുള്ള തെർമോക്കോള് വെച്ചു. ഇതുപോലത്തെ സ്ക്വയറിലുള്ള ഒരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈറ്റ് ഈക്വൽ ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് നമ്മൾ ഗിഫ്റ്റ് പേപ്പർ കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് ഒന്ന് റിബണൊക്കെ കെട്ടി അലങ്കരിച്ചിട്ടുണ്ട്. നമുക്ക് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് അജ്ഫാൻ ഡ്രൈ നട്ട്സ് എന്നാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കിതൊന്ന് ചെയ്തെടുക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതിന് 3 എണ്ണത്തിന് ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഫെവിക്വിക്ക് വെച്ചിട്ട് ഒന്ന് അപ്പോൾ നമ്മളിതിൽ ഫെവിക്കോൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 പീസിനെ നമ്മൾ ഒരൊറ്റ പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഫെവിക്കോൾ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് വെച്ചു. ഇനി ഇതിന് ചുറ്റിലും നമ്മൾ ചോക്ലേറ്റ്സ് വെച്ചൊന്ന് കവർ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ പർച്ചേസ് ചെയ്ത് വെച്ച കിറ്റ്കാറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് 60 രൂപയുടെ കിറ്റ്കാറ്റാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ജസ്റ്റ് നമ്മൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിറ്റ്കാറ്റിനകത്ത് ഇൻസുലേഷൻ ടാപ്പ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വെച്ച ശേഷമാണ് വെക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്കത് തെർമോക്കോളിൽ സ്റ്റിക്കായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 60 രൂപയുടെ 14 ചോക്ലേറ്റ്സാണ് എടുത്തിട്ടുള്ളത്. കൂടെ 40 രൂപയുടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് ഫെവിക്വിക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടോ ഡബിൾ ടാപ്പ് വെച്ചിട്ടോ ഒക്കെ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ തെർമോക്കോളിന് ചുറ്റും കിറ്റ്കാറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. അതിന് ശേഷമാണ് അതിന് മുകളിൽ കുറച്ചുകൂടി ചോക്ലേറ്റ്സ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചതിൽ മുകളിൽ അപ്പോൾ നമ്മൾ റെഡ് ചോക്ലേറ്റ്സ് വെച്ചിട്ടൊന്ന് കവർ ചെയ്യാം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ചോക്ലേറ്റ്സിന് മൊത്തം ഒന്ന് റിബൺ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ റിബൺ വെച്ച് കെട്ടുന്നുണ്ട്. നല്ലപോലെ ടൈറ്റാക്കി കെട്ടിയാൽ മാത്രമേ ഇതിൽ സ്റ്റിക്കായി നിൽക്കുകയുള്ളൂ. ഇതൊന്ന് കട്ട് ചെയ്യാൻ കത്രിക വേണം. സഫ്വാൻ, എനിക്ക് ആ കത്രിക ഒന്ന് തരുമോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത് നമ്മൾ കബാബ് സ്റ്റിക്ക് വെച്ച് കുറച്ച് ചെയ്തെടുത്തതാണ്. ജസ്റ്റ് നമ്മളുടെ ഡെക്കറേഷൻ പേപ്പർ വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തതാണ്. നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ഒന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഓരോന്നും കുത്തി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിതാ എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇത് നിങ്ങളുടെ അടുത്ത് ഉള്ളതിനനുസരിച്ച് മതി. ഇപ്പോൾ ഒരു റെഡ് കളർ മാത്രമാണ് എന്നുണ്ടെങ്കിലും മതി, അല്ലെങ്കിൽ ഇപ്പോൾ വൈറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഗോൾഡൻ കളർ മാത്രമാണ് എന്നുണ്ടെങ്കിലും മതി. ഇതിപ്പോൾ എൻ്റെ അടുത്ത് അവിടെ കളർ പേപ്പറുകൾ ഉണ്ടായതുകൊണ്ട് നമ്മളെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഗോൾഡൻ കളറിലുള്ള ബോൾ ചോക്ലേറ്റ്സും കൂടി എടുക്കാം. മുകളിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഫുൾ റെഡാണ്, ഇടയിൽ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറിൽ കിടക്കട്ടെ. അപ്പോൾ നമ്മളുടെ ഹാർട്ട് ഷേപ്പിലുള്ള ചോക്ലേറ്റ് ബക്കറ്റ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അസംബിൾ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ്, എന്നാൽ വളരെ ഇപ്പോൾ ഇതിനെ ഒരു ബിസിനസ്സാണ്. കാരണം ഹോം ബേക്കേഴ്സൊക്കെ ഒരുപാട് ആളുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. വെഡ്ഡിങ്, അതുപോലെ എൻഗേജ്മെൻറ്റ്, ബർത്ത്ഡേ, എല്ലാ കേക്കിനെ പോലെ പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ചോക്ലേറ്റ് ബക്കറ്റ്സ്. ഇത് പല ടൈപ്പിൽ. അപ്പോൾ അത് ഈസി ആയിട്ട് തയ്യാറാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വാലൻറ്റൈൻസ് ഡേ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഉണ്ടാക്കുന്നത് ചോക്ലേറ്റിൻ്റെ ടവറാണ്. ബക്കറ്റ് 3 സ്റ്റെപ്പിലുള്ള ചോക്ലേറ്റാണ് ചെയ്യുന്നത്. അതിന് വേണ്ട ചോക്ലേറ്റ്സ് നമ്മൾ നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ ബേസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കിലോയുടെ റൗണ്ടുള്ള ബേസിൻ്റെ താഴെ വെക്കാൻ ഒരു തെർമോക്കോളും അതിന് മുകളിലേക്ക് അളവിലുള്ള തെർമോക്കോളിൻ്റെ അളവും. കേക്ക് ബേസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1/2 കിലോയുടെ, 1 കിലോയുടെ, 2 കിലോയുടെ. ഇതിൻ്റെ അളവിനനുസരിച്ചാണ്. പിന്നെ ഏറ്റവും മുകളിൽ എന്ത് ചെയ്തു, ഇതിനേക്കാൾ കുറച്ചുകൂടി ചെറുത് കട്ട് ചെയ്തെടുത്തു. ചെറിയ അടപ്പ്, ഒരു ഡബ്ബയുടെ അടപ്പൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് അസംബിൾ ചെയ്യാമെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ബക്കറ്റ് 3 ടയറിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് ഫെവിക്വിക്ക് കൊടുക്കാം. ജസ്റ്റ് ബേസ് ഒന്ന് ഇതിനകത്ത് സ്റ്റിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ട് കിലോയുടെ റൗണ്ടാണ് എടുത്തിട്ടുള്ളത്. അവസാനമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ താഴെ ഒരു റിബൺ കിട്ടുന്നുണ്ട് ഗോൾഡിൻ്റെ. ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഇത് അപ്പോൾ ഇത് ഓരോ തെർമോക്കോൾ റൗണ്ടിലും നമ്മൾ ഫെവിക്വിക്ക് കൊടുക്കുന്നു. ജസ്റ്റ് അതൊന്ന് ഒട്ടിച്ച് വെക്കുന്നു. നമ്മളിത് വെച്ച് കഴിഞ്ഞു. ഇതിന് മുകളിൽ 1 കിലോയുടെ റൗണ്ട് ബേസിലും കൂടി ഗമ്മ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ തെർമോക്കോളും ഈ ഒരു ബേസും കൂടി വെക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചുറ്റിലും ചോക്ലേറ്റ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കിട്ടും. ഇനി നമുക്ക് അടുത്ത അളവിലുള്ള
ചോക്ലേറ്റ്സ്. ഓക്കെ, ലാസ്റ്റ് വെക്കാനായിട്ടുണ്ട്. ഒരളവിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ് ചെറിയൊരു ടാസ്ക്കായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇത് ടോട്ടൽ ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി അറിയാൻ കഴിയുക. അടിപൊളിയാണ്. അവരവരുടെ കലാപരമായ കഴിവിനനുസരിച്ച് പലതരത്തിൽ ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള തരത്തിൽ ഇതിനെ അലങ്കരിക്കാം. ഇതിനകത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം, ഡ്രൈ നട്ട്സ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് വെച്ച് മാത്രമാണ് ചെയ്യുന്നത്. കുറച്ച് അവസാനം ഫ്രഷ് ഫ്ലവർ കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അവരവരുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ സൈഡിൽ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഗ്ലൂ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി എളുപ്പം ഉണ്ടാവുക. ഇപ്പോൾ കയ്യിൽ ഗ്ലൂ സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ ഡബിൾ ടാപ്പ് ആയാലും കുഴപ്പമില്ല. നമ്മളിത് ടാങ്കോടെ ആൽമണ്ട്സ് എന്നുള്ള മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. നല്ല കളർഫുള്ളാണ്. നല്ല വയലറ്റും യെല്ലോ കളറാണ് വരുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി റെഡിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കിറ്റ്കാറ്റ് അഗൈൻ സെലക്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ നമ്മൾ 30 രൂപയുടെ ആൽമണ്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് വയലറ്റ് റിബൺ വെച്ചൊന്ന് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് വീണു പോകും. അപ്പോൾ ജസ്റ്റ് നമ്മൾ കെട്ടിക്കൊടുക്കുക പെട്ടെന്ന്. നമുക്കത് കെട്ടാനുള്ള ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാലൻസ് താഴ്ത്തി വയ്ക്കുക. നല്ലപോലെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഇത് വീണു പോകും. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. ഇതൊന്ന് നമ്മൾ കത്രിക വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് കെട്ടിക്കൊടുക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ഡബിൾ ടാപ്പിൻ്റെ സ്റ്റിക്കറൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ മാർസ് ചോക്ലേറ്റാണ് വെക്കുന്നത്. 40 രൂപയുടെ ചോക്ലേറ്റാണ്. ഡബിൾ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇൻസുലേഷൻ ടാപ്പിനേക്കാൾ കുറച്ചുകൂടി ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് സ്റ്റിക്കായി കിട്ടും. അവരവർക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് എടുത്തിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു 3 കളർ ചോക്ലേറ്റ് എടുത്തു എന്നുള്ളൂ.
അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ചോക്ലേറ്റ് ബക്കറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അവസാനത്തെ ചോക്ലേറ്റ് വെക്കുകയാണ്. നമ്മൾ ടോട്ടൽ 40 രൂപയുടെ 18 ചോക്ലേറ്റ്സാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു വീതിക്കനുസരിച്ച് നമുക്ക് ചോക്ലേറ്റ്സിൻ്റെ അളവ് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചോക്ലേറ്റ്സിൻ്റെ എങ്ങനെയാണോ അതിനനുസരിച്ച് വരും. ഇതിനെ ഒന്ന് നമുക്ക് റിബൺ വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ബക്കറ്റിൻ്റെ ഒരു സെക്കൻഡ് ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപ്പോൾ ഇതിലും നമ്മൾ ഡബിൾ ടാപ്പ് വെച്ച് ചെയ്തിട്ടുണ്ട്. ഇതാകുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഈസിയാണ്. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ താഴെ അതുപോലെ 2 സ്റ്റിക്ക് നമുക്ക് ഇതിന് മുകളിൽ തെർമോക്കോൾ നമ്മൾ ഫെവിക്കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതാകുമ്പോൾ ഒന്നുകൂടി സ്റ്റിക്കായി നിൽക്കും, മൂവായി പോകില്ല. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴും വരാം. ഫെവിക്കോൾ കൊടുത്ത് നമ്മൾ ബേസിന് മുകളിൽ തെർമോക്കോൾ വെച്ച് കഴിഞ്ഞാൽ മൂവായി പോകുന്നുണ്ട്. അപ്പോൾ അതിന് താഴെ നമുക്ക് ഡബിൾ ടാപ്പിൻ്റെ വെച്ച് കൊടുക്കാം. നെക്സ്റ്റ് വെക്കുന്നത് ബോണ്ടി ചോക്ലേറ്റ് ആണ്. 50 റുപ്പീസാണ് ഒരു ബോണ്ടിയുടെ റേറ്റ്. എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് ബോണ്ടി. യെസ്. അപ്പോൾ നമ്മൾ അവസാനത്തെ ചോക്ലേറ്റും വെക്കാൻ പോവുകയാണ്. ടോട്ടൽ 2, 4, 6, 8, 10, 12, 14, 16 ചോക്ലേറ്റ്സാണ് നമ്മൾ വെക്കുന്നത്. ബോണ്ടി 50 രൂപയുടെ ബോണ്ടി ചോക്ലേറ്റാണ്. 16 എണ്ണം കറക്റ്റായിട്ടിരുന്നു. ഇനി നമ്മളിതിനൊന്ന് നേരത്തെ ചെയ്തതുപോലെ റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. നമ്മളിത് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ വീണ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ഫ്ലവർ കൂടി വെച്ചിട്ടൊന്ന് അലങ്കരിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. റോസിൽ നമ്മൾ സ്റ്റിക്കൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിത് ലെങ്ത്ത് കൂടുതലാണ്, അപ്പോൾ ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല.
ഇതുപോലെയുള്ള നമ്മുടെ കബാബ് സ്റ്റിക്കിൽ നമ്മൾ ഫ്ലവർ ഒന്ന് സ്റ്റാൻഡിലാക്കി കൊടുക്കുക, കണക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മളുടെ ലില്ലി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇടയിൽ വെക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവറിൽ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് നേരെ ടവറിൻ്റെ മുകളിലേക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ തെർമോക്കോളിനകത്താണ് ഈ സ്റ്റിക്കുകൾ ഓരോന്നും കൊടുക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇടയ്ക്കൊരു വൈറ്റ് റോസ് കൂടി കൊടുക്കാം. ഇതിനെ നമ്മൾ ഈ റിബൺ വെച്ചൊന്ന് ജസ്റ്റ് നമ്മൾ റെഡ് റിബൺ കൊണ്ട് ഈ മൊത്തം റോസിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. കുറച്ച് ലില്ലിപ്പൂ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ഇതിൻ്റെ ഏറ്റവും അടിയിലുള്ള തെർമോക്കോളിന് ഇതൊന്ന് നമുക്ക് കെട്ടിക്കൊടുക്കാം. നമ്മൾ നേരത്തെ കറക്റ്റ് ചെയ്തിട്ട് അളവെടുത്തതാണ്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ ജസ്റ്റ് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. തെർമോക്കോൾ ആയതുകൊണ്ട് നമുക്ക് അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് 3 ടയറിലുള്ള ചോക്ലേറ്റ് ബക്കറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തയ്യാറാക്കാവുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുക എന്നുള്ളത് മാത്രമാണ്. അത് നമ്മളൊന്നും ഇവിടെ ഷോപ്പിൽ വെച്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ കുറേ സമയം നമ്മൾ ഇവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. ഓരോരുത്തരും നമ്മളെ നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ്സ് എടുക്കാനും ഇതിൻ്റെ ആ ഓരോ മൊമെൻറ്റിനും കുറച്ച് ഫ്ലവറൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് ഇത് ഏത് കളറിലും കൊടുക്കാം, നിങ്ങൾക്ക് ഏത് ഡിസൈനിലും കൊടുക്കാം, ഏത് ചോക്ലേറ്റ് ഉപയോഗിക്കാം. കൂടുതലായിട്ടും നമ്മുടെ മിഠായി കൊടുക്കൽ ചടങ്ങ്, എൻഗേജ്മെൻറ്റ് ഇതിനൊക്കെയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അതുപോലെ ബർത്ത്ഡേ, എന്ത് ഒക്കേഷനാണെങ്കിലും ഇത് ചോക്ലേറ്റ്സ് ആണ്, കഴിക്കാൻ പറ്റുന്നതാണ്, കളറാണ്. പിന്നെ നമ്മൾ ഇത് സെയിം നമ്മൾ കേക്കിലും ചെയ്യുന്നുണ്ട്. 3 ടയർ കേക്ക് ഒക്കെയും നമ്മൾ ചോക്ലേറ്റ്സ് വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ള എക്സ്പീരിയൻസ്. ഉണ്ടാക്കുന്ന സമയത്ത് ചിലതൊക്കെ വീണ് പോവാം. എഗെയിൻ നമ്മളതിനെ ഒട്ടിച്ച് വെക്കുക. ഡബിൾ ടാപ്പ് വെച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഈസിയായി, സമയം കുറച്ച് ലാഭിക്കാൻ പറ്റി. ഇൻസുലേഷൻ ടാപ്പ് വെച്ചപ്പോൾ നമുക്ക് കുറേ സമയം എടുക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. സിമ്പിളാണ്, മനസ്സിലായല്ലോ. ജസ്റ്റ് നമ്മളിതിന് വേണ്ട സാധനങ്ങളൊക്കെ നേരത്തെ ഒന്ന് തയ്യാറാക്കി വെക്കുക, അളവ് കറക്റ്റായിട്ട് എടുക്കുക, ഒക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെയ്യാനുണ്ട്. ഒരു സിമ്പിളായിട്ട് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാം. ഇതിപ്പോൾ ഒരുപാട് ചോക്ലേറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊന്നും വേണ്ട, ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതും കൂടി ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ മുകളിൽ, ചോക്ലേറ്റ് ബക്കറ്റിൻ്റെ മുകളിൽ ഇത് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? സിമ്പിളാണ്. നമ്മൾ കബാബ് സ്റ്റിക്കിൻ്റെ ഇത് നമ്മൾ ഗിഫ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഗോൾഡ്, അതുപോലെ ഇത് നമ്മൾ പ്ലം കേക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കവർ ചെയ്യുമല്ലോ, ആ ഒരു ഗിഫ്റ്റ് കവർ ചെയ്യുന്ന പേപ്പറാണ്. ബുക്ക് സ്റ്റാളിൽ വാങ്ങാൻ കിട്ടും. കൂടെ റെഡ് കൂടിയുണ്ട്. ഇത് ഓരോന്നും ജസ്റ്റ് സ്റ്റിക്കിൽ ഫിറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് കാണിക്കാം. ജസ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ട്
ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുണ്ടാക്കാൻ നിൽക്കുന്നതിന് മുൻപ് നേരത്തെ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചോക്ലേറ്റ് അസംബിൾ ചെയ്യാൻ പറ്റും. ഇത് റെഡിയായി. ഇനി നമുക്ക് ഗോൾഡൻ ചെയ്യാം. നമ്മൾ ഈ ഗോൾഡൻ കളറ് താഴ്ഭാഗത്താക്കിയിട്ട് ജസ്റ്റ് ഹോളിട്ട് കൊടുക്കുക. കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇത് നമ്മൾ ജസ്റ്റ് നേരത്തെ ചെയ്തതുപോലെ ഇത് നടുക്ക് ഒരു ഹോളിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നേരെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് നമ്മളുടെ മൂന്നാമത്തെ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് ജസ്റ്റ് ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത്. സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ ചോക്ലേറ്റ് കൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് ചെയ്യുന്നത് സിമ്പിളായിട്ട് നമ്മളുടെ ചോക്ലേറ്റ്സ് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം, അതെങ്ങനെ ഗിഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ നേരത്തെ ജസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് സ്റ്റിക്ക് ചെയ്യാൻ പോവാണ്. ഇതാ നമ്മൾ ചോക്ലേറ്റ്സും കൂടി ഓരോ സ്റ്റിക്കുകളും തെർമോക്കോളിലേക്ക് വെക്കുകയാണ്. ഇത് ട്വിക്സ് ആണ് ചോക്ലേറ്റ്. ഇതിൻ്റെ റേറ്റ് 70 രൂപയാണ്. നല്ലപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ വീണു പോകും. ഗോൾഡൻ ബോൾസ് കുറച്ചിടാം നമുക്ക്. അപ്പോൾ ആ വൈറ്റൊക്കെ ഒന്ന് കവർ ചെയ്തോളൂ.
അപ്പോൾ നമ്മൾ കുറച്ച് ഗോൾഡൻ കളറിലുള്ള ചോക്ലേറ്റ്സ് കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെഡ് കൂടി ജസ്റ്റ് ഒന്ന് സൈഡിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെ അവസാനത്തെ ചോക്ലേറ്റ് ബക്കറ്റും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റിൻ്റെ ബോക്സാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഓരോ സ്റ്റിക്കുകളും നേരത്തെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് അസംബിൾ ചെയ്തെടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാവുന്നതാണ്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ വാലൻറ്റൈൻസ് ഡേ സ്പെഷ്യൽ 3 ചോക്ലേറ്റ് ബക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ തന്നിട്ടുള്ളത്. ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഓരോ ഒക്കേഷനും, ഇപ്പോൾ ബർത്ത്ഡേ അല്ലെങ്കിൽ മിഠായി കൊടുക്കൽ ചടങ്ങ്, നിക്കാഹ്, കല്യാണം, എന്തിനും നമുക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു 3 ടൈപ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസംബിൾ ചെയ്യാവുന്നതാണ്. 3 ടയറാണ്. നമുക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് എടുക്കാം, ഇഷ്ടമുള്ള കളർ എടുക്കാം, ഇഷ്ടമുള്ള ഫ്ലവർ എടുക്കാം. അവരവരുടെ ഇതിനനുസരിച്ച് ഏത് തരത്തിലും ഡെക്കറേഷൻ ചെയ്യാം, അലങ്കരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. അപ്പോൾ നമ്മളുടെ കലീസിൻ്റെ, ജിഫാൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ കലീസിൻ്റെ മാനേജരും അതിലുപരി ഞങ്ങളുടെ നാട്ടുകാരനും തൊട്ട് അടുത്ത വീട്ടിലത്തെ ഏട്ടനുമായ നവീ ചേട്ടനാണ് നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നത്. അതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നവീ ചേട്ടാ. അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലാൻ ചെയ്തതാണ്. ഞാൻ ഷോപ്പിൽ വെച്ചിട്ട് ലൈവായിട്ട് നമുക്ക് ചോക്ലേറ്റ് ബക്കറ്റ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ നേരത്തെ വിളിച്ച് പറയുകയും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അജിഫാൻ ആൻഡ് ടീമിന്, കാരണം ഇവിടുത്തെ ഓരോ സ്റ്റാഫുകളും നമുക്ക് വളരെ നല്ല സപ്പോർട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ്സ് എടുക്കാനും, ഇൻസുലേഷൻ ടാപ്പ്, അതുപോലെ എൻ്റെ കയ്യിൽ 1-2 സാധനങ്ങൾ മറന്നു പോയതുണ്ടായിരുന്നു. അത് ഓരോന്നും എടുത്തു തരാൻ അജിഫാനിൻ്റെ ഓരോ സ്റ്റാഫും നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുന്നു. അപ്പോൾ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് ഷേപ്പിലും ചെയ്യാം, നമുക്ക് ഏത് ചോക്ലേറ്റ്സും വെച്ച് ചെയ്യാം. വാലൻറ്റൈൻസ് ഡേ ആണ്. ഹാപ്പി ആയിട്ടിരിക്കുക, കളറായിട്ടിരിക്കട്ടെ ഓരോ ആഘോഷങ്ങളും. നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ.